കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 2 കുട്ടിച്ചൂര കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് മുളകിട്ട മീൻകറി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഉലുവ ഇടാം. ഞാൻ ഉലുവ ഇടുന്നില്ല. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. കുഞ്ഞുള്ളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി കുഞ്ഞുള്ളി നല്ലതുപോലെ വഴണ്ട് വരണം. ഇതുപോലെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് തക്കാളി ഉടയുന്നത് വരെ നല്ലതുപോലെ വഴണ്ട് വരണം. തക്കാളി ഉടഞ്ഞ് ഇതാണ് അതിൻ്റെ പരുവം. ഇങ്ങനെ നല്ലതുപോലെ വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഇട്ട പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റാം. വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പിണമ്പുളിയും വെള്ളമൊറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഇതിൽ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ കൂട്ടും ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് വറ്റി വരണം. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലതുപോലെ ആ പുളിയെല്ലാം ഇറങ്ങി നന്നായി കൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്യാം. മീനും ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ സ്പീഡായി ഇളക്കണ്ട, ചെറുതായി ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയതിന് ശേഷം ഒരു ബൗൾ വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നി. അതിലേക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാനിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മീൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് നന്നായി തിളച്ച് നന്നായി വെള്ളമെല്ലാം വറ്റി സൂപ്പറായിട്ട് മുളകിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി ഉടക്കിയൊന്നും വേണ്ട. ഞാൻ ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പെല്ലാം പാകത്തിനിരിപ്പുണ്ട്. ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. ഇവിടെ മുളകിട്ട മീൻകറി തയ്യാറാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.